നമസ്കാരം. സർക്കാരിൻ്റെ പുതിയ ബഡ്ജറ്റ് സാധാരണ തന്നെ കുഴപ്പമില്ല. മറ്റ് പഴയ ഗവൺമെൻറ്റിൻ്റെ വെച്ച് പിണറായി സർക്കാരിലെ വെച്ച് നോക്കുമ്പോൾ വളരെ ഒരു 10 മടങ്ങ് മെച്ചമാണ്. ഓക്കെ, സമ്മതിച്ചിരിക്കും. പക്ഷേ ഇതിനകത്ത് കുറച്ച് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, സലീം കുമാറിൻ്റെ സ്മാരകം പണിയുക. ഇതിൻ്റെ ആവശ്യം എന്താ? 1 കോടി രൂപ അതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു പറയുന്നു. ഈ 1 കോടി രൂപ വല്ല സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ സലികുമാറിൻ്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ അവർക്ക് ആ പണം അവർക്ക് കൊടുക്കുക. ഈ സ്മാരകം പണി വെച്ചിട്ട് എന്തിനു കാണിക്കാനാ? ആരെ കാണിക്കാനാണ് ഈ സ്മാരകം പണിയുന്നത്? അല്ലെ തന്നെ ഈ സലീം കുമാർ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റല്ലേ, അത് കവിഞ്ഞ് പുള്ളി എന്നാ അവരും പ്രതിഫലം മേടിച്ചുകൊണ്ട് തന്നെയാണ് അവരവരുടെ ജോലി ചെയ്യുന്നത്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ പണമാണ്. നമ്മൾ പോയി തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ അതിൻ്റെ പണം അവരിലോട്ട് തന്നെയാണ് പോകുന്നത്. അതിന് ഇത്ര വലിയൊരു പ്രശസ്തി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ സതീശൻ സാറിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സതീശൻ സാറിന് ഇതിനകത്ത് ഒരു പേഴ്സണൽ താല്പര്യം കാണിക്കുന്നുണ്ട്. കാരണം പുള്ളിയുടെ മണ്ഡലത്തിൽപ്പെട്ട ആളായതുകൊണ്ട് മാത്രം, അത് കവിഞ്ഞൊന്നുമില്ല. അതുകൊണ്ട് എങ്കിൽ പിന്നെ സലികുമാറിൻ്റെ സാമ്പത്തിക മെച്ചമാണെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട. പാവങ്ങൾക്ക് 10 വീട് വെച്ച് കൊടുക്കുക. എത്രയോ വീട് ഇല്ലാത്ത പാവങ്ങൾ വെറും പടുത ചുറ്റി ജീവിക്കുന്നവരുണ്ട് ഇവിടെ. അവർക്ക് വെച്ച് കൊടുക്കും. ഒരു 10 വീട്, 10 പേരെ കണ്ടുപിടിച്ച് ആ പൈസ അവർക്ക് വേണ്ടി ചിലവാക്കി. ഇതൊക്കെയല്ലേ സർക്കാർ ചെയ്യണ്ടേ? പിന്നെ എടുത്തു പറയാനുള്ള ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നതായിട്ട് പ്രൈവറ്റ് ബസ്സുകാരുടെ ടാക്സ് കുറച്ചു എന്ന് പറയുന്നു. പക്ഷേ ഈ 50% ടാക്സ് കുറച്ചതുകൊണ്ടൊന്നും അവരുടെ നഷ്ടങ്ങൾ തീരുന്നില്ല. പ്രൈവറ്റ് ബസ്സുകാർ വളരെ ദയനീയമായിട്ടാണ് ഇപ്പം കളക്ഷൻ കുറഞ്ഞു വരികയാണ്. അത് ഈ സ്ത്രീ യാത്ര ഫ്രീ ആക്കിയിട്ട് മാത്രമാണ് അവർക്ക് ഇങ്ങനെ സംഭവിച്ചത്. ഈ ഫ്രീ യാത്ര നടത്തിയതോടുകൂടി എത്ര പ്രൈവറ്റ് ബസ്സുകാരുടെ ജോലി പോകുന്നു. പ്രൈവറ്റ് മുതലാളിമാർ തന്നെ ഇപ്പം ആകെ ഇതായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പുനർപരിശോധിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ജനങ്ങളുടെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ.